ഹലോ വെൽക്കം ബാക്ക് ടു എം മലബാർ. ഇന്ന് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ ചെയ്തെടുത്താൽ നമുക്കിതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ആവശ്യമൊന്നുമില്ല. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് അരി വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല കുഴിയുള്ള പാത്രം തന്നെ എടുക്കുക. അതിൽ ഒരു അത്യാവശ്യം എമൗണ്ട് ഓഫ് വെള്ളം നമ്മൾ എടുക്കണം. ഇതിപ്പോൾ ബസ്മതി റൈസ് ആണെങ്കിലും വേറെ അരി ആണെങ്കിലും അരി വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം വെള്ളം ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ വെള്ളം ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അരി ഇതുപോലുള്ള നീളത്തിലുള്ള വെള്ള ബസ്മതി റൈസാണ്. ഈ ബസ്മതി റൈസ് വെക്കാതെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഫ്രൈഡ് റൈസ് കാണാൻ ഒന്നും കൂടെ രസം ഇതുപോലുള്ള നീളമുള്ള അരിയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ആകെ ഒരു ക്യാരറ്റും, ആ ക്യാരറ്റിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ ഇതിലേക്ക്. പിന്നെ ബീൻസും ആണ്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കണം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്. അരി ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അരി നമ്മളിവിടെ സോക്ക് ചെയ്ത് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. കഴുകിയതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇത് കുക്കാവാൻ അധികം ടൈമൊന്നും ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ പാകത്തിനായിട്ടുള്ള വേവ് ആയിക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ അരി കുക്കായെന്ന് നോക്കാം. കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ പൊടിഞ്ഞു വരുന്ന രീതി, അതായത് ഒരു 70% കുക്കായാൽ മതി. മുഴുവനായിട്ട് വെന്ത് പോകരുത്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സാദാ വെള്ളം കൊണ്ട് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. സാദാ വെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇത് മുഴുവനായിട്ട് ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി വേറൊരു പാൻ എടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്ത വെജിറ്റബിൾസിൻ്റെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഇതിനായിട്ട് യൂസ് ചെയ്യാം. ക്യാബേജ് യൂസ് ചെയ്യാം. ഇപ്പോൾ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ക്യാപ്സിക്കം യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക. ഈ വെജിറ്റബിൾസ് എല്ലാവരുടെയും വീട്ടിൽ പൊതുവേ ഉണ്ടാകുന്ന പച്ചക്കറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും ചേർത്തിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ. വെജിറ്റബിൾസ് പകുതി കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത്. ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, പക്ഷേ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതിനേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതാകും. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. നിർബന്ധമില്ല, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ആദ്യം നമുക്ക് എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളൻ്റെ എമൗണ്ട് ഒന്നും കൂടരുത്. വളരെ ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതും നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളൊരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പകുതി വെജിറ്റബിൾസാണ് വേവിക്കാനായിട്ട് ചേർത്തത്. അപ്പോൾ ബാക്കി പകുതി വെജിറ്റബിൾസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഒന്നും മുഴുവനായിട്ട് കുക്കാവാൻ വെയിറ്റ് ചെയ്യേണ്ട. ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ റൈസിലും അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. വെജിറ്റബിൾസൊക്കെ ഒരു പകുതി കുക്കായാൽ നമുക്കിതിലേക്ക് മുട്ട ചേർക്കണം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കാര്യം, സാധാരണ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന
ഫ്രൈഡ് റൈസിൽ ഇത്രയധികം വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. പക്ഷേ നമ്മൾ ഇത്രയും കൂടുതൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒന്നും കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കൂടുതൽ വെജിറ്റബിൾസും മുട്ടയൊക്കെ ചേർത്തിട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ മാത്രമല്ല നമുക്കൊരല്പം പണിൻ്റെ ഭാരം കുറഞ്ഞു കിട്ടും. കാരണം സൈഡ് ഡിഷായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ഇത്രയും വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെജിറ്റബിൾസ് ഇഷ്ടമല്ലെങ്കിൽ ഇത്രയും ചേർക്കണമെന്നില്ല. മുട്ട ചിക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഗരം മസാല ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിലാകെ 2 പൊടിയേ യൂസ് ചെയ്യുന്നുള്ളൂ, ഗരം മസാലയും കുരുമുളക് പൊടിയും. അപ്പോൾ കൂടുതൽ പൊടികളുടെ ആവശ്യവും ഇല്ല. ഗരം മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപ്പുള്ള ബട്ടർ ആണെങ്കിലും ഉപ്പില്ലാത്ത ബട്ടർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ആ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഫ്ലേവർ നമ്മുടെ ഈ റൈസിന് കിട്ടും. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. വേവിച്ച് മാറ്റി വെച്ച അരി ഇവിടെ നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ അരി എപ്പോഴും നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം പകുതി അരി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അരി പെട്ടെന്ന് പൊട്ടിപ്പോരും. അപ്പോൾ നമുക്ക് ആ അരി പൊട്ടിപ്പോരാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബാച്ചായിട്ട് ചേർത്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓപ്ഷണലാണ്. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് നമ്മൾ ഇതിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് വേണ്ടിയത്. ഇപ്പോൾ കടയിലൊക്കെ അവർ ഈ കടായിലേക്ക് തീ കടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ ആ ഒരു ഫ്രൈ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ നേരം പാനിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അതില്ലെങ്കിൽ നമ്മുടെ സാധാ കറുത്ത കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പകുതി വേവിച്ച് മാറ്റി വെച്ച ആ പച്ചക്കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ സുർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് വിനീഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാനിപ്പോൾ സോയാ സോസ് ചേർത്തെടുക്കുന്നില്ല. അപ്പോൾ വിനീഗർ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പകുതി വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ ബാക്കി വന്ന റൈസ് കൂടി ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഒരു അരിമണി പോലും പൊട്ടിപ്പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതേ എമൗണ്ടിൽ നിങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് വേറെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല നിങ്ങൾ റൈസ് തലേ ദിവസമൊക്കെ കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പണി വളരെ കുറഞ്ഞ് കിട്ടി. ഒരു 10 മിനിറ്റ് മതിയാകും ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്